അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മദീനയിലെ 3-ാം നമ്പർ ഗേറ്റ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന 3-ാം നമ്പർ വാതിലായ ബാബു റഹ്മയാണ് ഞാൻ കാണിക്കുന്നത്. 1-ാം നമ്പർ ഗേറ്റ് ബാബു സലാമാണ്. അതിൻ്റെ തൊട്ടുപുറത്ത് 2-ാം നമ്പർ ഗേറ്റ് ബാബു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ പുറത്തായിട്ട് അടുത്ത ഭാഗത്ത് ഒരു മൂലയിലായിട്ടുള്ള ഒരു ഗേറ്റാണ് ബാബു റഹ്മ എന്ന ഈ ഒരു ഗേറ്റ്. ഈ ഒരു ഗേറ്റിന് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഗേറ്റിന് ബാബു റഹ്മ എന്ന പേര് വരാനൊരു പ്രത്യേക കാരണമുണ്ട്. അതാണ് ആ ചരിത്രമാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറുകയാണ്. നമ്മൾ റൗള ഷരീഫിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അഥവാ അത് കഴിഞ്ഞാൽ പിന്നെ മസ്ജിദ് നബിയിലെ ആ തുറന്ന ഭാഗം ഉണ്ടല്ലോ, മേൽക്കൂരില്ലാത്ത ഭാഗം ആണ് ഇടത്തെ ഭാഗത്ത് കാണുക. നമ്മളെ വലത്തെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയാണ് നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹിന്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയുടെ ഭാഗങ്ങളും റൗള ഷരീഫൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു ദിവസം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു അറാബി വന്നുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളെ, പ്രവാചകരെ, ഞങ്ങൾക്ക് മഴയില്ല പ്രവാചകരെ, ഞങ്ങളാകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ മൃഗങ്ങൾക്കും ഒന്നിനും വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് വല്ലാത്തൊരു വരൾച്ചയാണ്, ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂൽ ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിച്ച് അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള മലമുകളിൽ നിന്നും കാർമേഘം കുന്നുകൂടി വരുന്നത് അവർക്ക് കാണാൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ ഹദീസിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ആ കാർമേഘമെല്ലാം മഴയായി പെയ്തിറങ്ങുകയും പിന്നീട് ഒരാഴ്ച കാലത്തോളം ആ മഴ നീണ്ടു നിന്ന് അടുത്ത വെള്ളിയാഴ്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മിമ്പറിൽ കയറിയ സമയത്ത് മറ്റൊരു അറാബി വന്നുകൊണ്ട് പ്രവാചകരെ, ഞങ്ങൾക്ക് മഴ കൊണ്ട് ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന പ്രവാചകരെ, മഴ നിർത്താൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന് തുടങ്ങുന്ന ആ ഒരു സഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച ആ ഒരു ഹദീസൊക്കെ കടന്നു വരുന്നതിന് കാരണമായത് ആ ഒരു അറാബി ഈ ഒരു വാതിലിലൂടെ കടന്ന് ഈ ഒരു വാതിൽ നിൽക്കുന്ന സ്ഥലത്തിലൂടെ പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിയത് കാരണമായിട്ടാണ് ഈ ഒരു വാതിലിന് ബാബു റഹ്മ എന്ന പേരിൽ പിൻകാലഘട്ടത്തിൽ അറിയപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആ പള്ളിയിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പള്ളിയുടെ വികസിച്ച ഭാഗങ്ങൾ, അതാ അള്ളാഹിൻ്റെ റസൂൽ ഖൈബർ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സമ്പാദ്യമെല്ലാം ബൈത്തുൽ മാലിൽ വന്നപ്പോൾ പള്ളി ഒന്നുകൂടി വിപുലീകരിച്ചു. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കത്തിലുള്ള പള്ളിയിൽ നിന്നും പിന്നീട് ഒരുപാട് പള്ളിയെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വികസിപ്പിച്ച ആ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ റൗള ഷരീഫും ആ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളും എല്ലാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചറബ് എല്ലാവർക്കും ഈ ഒരു റൗള ഷരീഫ് നിൽക്കുന്ന സ്ഥലത്തും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഈ പള്ളിയിലും ആ പള്ളിയുടെ റൗള ഷരീഫിൻ്റെ ബാക്ക് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ പിന്നെ അടുത്ത ഭാഗത്ത് കാണുന്ന കെട്ടിൻ്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. അതിനോട് ചേർന്നുള്ള കുറച്ചുകൂടി ഈ തൂണിൻ്റെ ഒക്കെ കുറച്ച് മുൻഭാഗത്താണ് റൗളത്തുൽ റിയാദുൽ ജന്ന എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ആരംഭിക്കുന്നത്. ഏതായാലും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ പരിശുദ്ധ റൗള ഷരീഫിൻ്റെ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഏതായാലും ആ ബാബു റഹ്മ എന്താണെന്നും ബാബു റഹ്മയുടെ പ്രാധാന്യം എന്താണെന്നൊക്കെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. അഥവാ മദീന പള്ളിയിലെ 3-ാം നമ്പർ ഗേറ്റാണ് ബാബു റഹ്മ. ഇനി എല്ലാവരും ഉംറക്കൊക്കെ പോകുമ്പോൾ ആ ഒരു വാതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ 3-ാം നമ്പർ ഗേറ്റ് ബാബു റഹ്മയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദ് നബവിയെ കുറിച്ചും മറ്റുമായി പിന്നീട് ഒരു വീഡിയോ ഇനി വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.